السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم انظر إلينا نظرة بعين رضا فعنا ملا والتوفيق لما تحبه وترضى. اللهم اجعلنا وأحالينا من محب رسول الله صلى الله عليه وسلم بمحض فضلك يا أرحم الراحمين. ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ പുണ്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നാം നെഞ്ചിലേറ്റുന്നതിന്റെ, ആ മദ്ഹ് പറയുന്നതിനെ കുറിച്ച്, അതിനുവേണ്ടി നാം ഒരുമിച്ച് കൂടുന്നു എന്നതിനെ കുറിച്ചും, അത് ഈമാനികമായി നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു വശം നമ്മൾ ചിന്തിച്ചു, മനസ്സിലാക്കി, വിലയിരുത്തി നാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ആശയക്കുഴപ്പത്തിനോ മറ്റോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വസ്തുതകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടി എന്നത് ശരിയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നമുക്ക് നമ്മുടെ ശരീരത്തോട് ഒരുപാട് ബാധ്യതകൾ ഉണ്ട്, കടപ്പാടുകൾ ഉണ്ട്. നമ്മുടെ ശരീരത്തെ നമുക്ക് ക്ഷീണിപ്പിച്ചുകൂടാ, ഉറക്കൊഴിപ്പിച്ചുകൂടാ. അതുപോലെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് കടപ്പാടുകളുണ്ട്, നമ്മുടെ ഭാര്യ സന്താനങ്ങളോടുണ്ട്, നമ്മുടെ അയൽവാസികളോടുണ്ട്, നമ്മുടെ നാട്ടുകാരോടുണ്ട്, നമ്മുടെ കുടുംബക്കാരോടുണ്ട്, രാഷ്ട്രത്തിലുള്ള എല്ലാ ഓരോ വ്യക്തികളോടും ഉണ്ട്, രാഷ്ട്രത്തോടും ഉണ്ട്. ഇതാണ് നമ്മുടെ ജീവിത രേഖയിലൂടെ നാം, ആ ജീവിത വഴിയിലൂടെ നാം സഞ്ചരിക്കുന്ന ഘട്ടം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു വസ്തുത. എന്നാൽ ഈ ലോകം പടച്ചതും നമ്മ പടച്ചതുമായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണക്കാരനായി പടച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നമുക്കറിയാം, വളരെ വ്യക്തവുമാണ്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാണ്, ആ പ്രവാചകന്റെ നൂറിന്റെ സൃഷ്ടിപ്പാണ് നമ്മുടെയൊക്കെ ഈ വരവിന് കാരണം എന്ന വസ്തുത വളരെ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം ചിന്തിക്കാലോ, നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല വഹീദുൽ ഖൽഖായി അൽ ഫർദ് കാമിലായി നിയോഗിക്കപ്പെട്ട പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ നാം ഏത് രീതിയിൽ വിലയിരുത്തപ്പെടണം എന്ന ഒരു വസ്തുത അത് പഠിപ്പിച്ചു തരേണ്ടത് പരിശുദ്ധമായ ഖുർആനിലൂടെ മഹാനായ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ പ്രവാചകൻ തന്നെയാണല്ലോ, നമുക്കറിയാം, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതും കടപ്പാടുള്ളതും അഹക്കായിട്ടുള്ളതും ആരാണ്? അപ്പൊ പറഞ്ഞല്ലോ, എന്റെ ശരീരത്തോട്. പിന്നെയോ? അതാണ് റസൂലുള്ളാഹി. അപ്പോൾ പ്രവാചകൻ അത് തിരിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്? അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏറ്റവും കടപ്പാട് എന്നോടാണ്, പിന്നെയാണ് നിങ്ങളുടെ ശരീരത്തോട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. ആലോചിച്ചു നോക്കൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, എന്നോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എന്ന വസ്തുത അവിടെ വരച്ചു കാണിച്ചു തന്നു. മാത്രമല്ല, അങ്ങനെ അല്ല എന്നൊരു വിശ്വാസം വന്നിട്ട് ഉണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഇസ്ലാമിന് പുറത്തു പോകുന്നു.
ഒരാൾ പറയുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ഉപ്പയോടാണല്ലോ, എന്റെ ഉമ്മയോടാണ്, എന്റെ സഹധർമ്മിണിയോടാണ്, അല്ലെങ്കിൽ എന്റെ ശരീരത്തോടാണെന്ന് പറഞ്ഞ് അവന്റെ വിശ്വാസത്തിൽ അത് വന്നു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന് പുറത്തു പോകും. ഏറ്റവും കൂടുതൽ ആദ്യം അവൻ സ്നേഹിക്കേണ്ടത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അള്ളാഹുവിലും അവന്റെ റസൂലിലുമാണ് അവൻ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അള്ളാഹുവിലുള്ള സ്നേഹം, അള്ളാഹുവിന്റെ പ്രവാചകനുള്ള സ്നേഹം, അതാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുണ്യ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇത് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് എന്നോടാണ് എന്ന്. നമുക്കാർക്കെങ്കിലും ഈ ലോകത്തൊരാളോട് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് എന്നോട് കൂടുതൽ ബന്ധപ്പാടുണ്ട് എന്ന്? ആരെങ്കിലും അത് അംഗീകരിക്കുമോ? പക്ഷെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തുദ്ധരിക്കുകയും അത് പ്രവാചകൻ ലോകത്തിന് മാതൃക കാണിച്ചു തരികയും പ്രവാചകൻ തന്നെ പറയുകയും ചെയ്തു. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിത്തരുന്നത് ആരാ? പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ മുഖേന മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ എന്താണ് ഓതിത്തന്നത്? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പോഴാണല്ലോ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു തന്നു. റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രവാചകൻ തന്നെ ചൊല്ലിക്കൊടുത്തു സ്വലാത്തു ഇബ്രാഹിം. നോക്കൂ, ആ സ്വലാത്തു ഇബ്രാഹിമിന്റെ പ്രത്യേകത അവിടെയാണ്. അപ്പൊ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുമ്പോൾ ആ സ്വലാത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് എന്താണ്? ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ്, അള്ളാഹുവിന്റെ റസൂലിനുള്ള മഹബത്ത്, അള്ളാഹുവിന്റെ റസൂലിനുള്ള സ്നേഹ പ്രകടനം വ്യക്തമാക്കുകയല്ലേ? അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഏറ്റവും കടപ്പാടുള്ളത് എന്നോടാണ് എന്ന പാഠം പഠിപ്പിച്ചത് പുണ്യ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും എന്നോട് എങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന ചോദ്യത്തിന് പ്രവാചകൻ തന്നെ മറുപടി തന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെയ്യുന്നത്? സ്വലാത്ത് ഇബ്രാഹിം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു സ്വലാത്തുകളുടെ സംശയമുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചു, ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ആ പ്രവാചകനോടുള്ള സ്നേഹ പ്രകടനം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് ഈമാനികമായ ലക്ഷണമാണ് എന്നതിൽ സംശയമില്ല. ആ മഹബത്ത്, ഒരു മനുഷ്യന്റെ ഈമാനികമായ ലക്ഷണം പ്രകടമാകുന്നത് അവന്റെ മഹബത്തിലൂടെയാണ്. അങ്ങനെ മഹബത്ത് നിലകൊള്ളുന്നു എങ്കിൽ, ആ ഇഷ്ക നിലകൊള്ളുന്നു എങ്കിൽ മനുഷ്യൻ ആ മഅ്ശൂക്കിലേക്ക് അടുക്കാനും ആ മഅ്ശൂക്കിനെ കുറിച്ച് പറയാനും ആ മഅ്ശൂക്കിന് വേണ്ടി സമ്മേളിക്കാനും അവൻ ഒരുങ്ങുകയില്ലേ? ഒരിക്കലും അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ മഅ്ശൂക്കായ ആ ആള്, അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മദ്ഹിന്റെ പ്രകടന ഭാഗം, അതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്, ആ പ്രവാചകനെ അത് അങ്ങനെ അല്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ വരുമ്പോൾ വളരെ അപകടകരമായി ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ സൂൽ ഖാത്തിമക്ക് വഴിയൊരുക്കുകയാണ്. എന്തുകൊണ്ട്? അത് ഒരു വെറുപ്പ് ഉണ്ടാക്കുന്ന വസ്തുതയാണ്. പ്രവാചകന് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ടോ, അല്ലെ പ്രവാചക മദ്ഹുകൾ പറയാൻ വേണ്ടിയിട്ടോ, പ്രവാചക പ്രകീർത്തനങ്ങൾ പറയാൻ വേണ്ടിയിട്ടോ നാം ഒരുങ്ങുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് നമ്മുടെ സഹോദരന്മാർ ആരെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടെ വെറുപ്പിന്റെ വശമല്ലേ, വെറുപ്പിന്റെ വശമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വെറുപ്പുണ്ടാക്കുകയാണ്. അങ്ങനെ വെറുപ്പുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിന്റെ ശക്തി, ഈമാനികമായ ആ വശം അവിടെ നശിച്ചു പോവുകയാണ്. മനസ്സിലാക്കണം, വെറുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെയല്ലേ, ഒരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹഭാഗം നമുക്ക് പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നാമുമായിട്ടുള്ള ബന്ധം പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളോട് നമുക്കറിയാം, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ ഉപ്പയുണ്ട്, നമ്മുടെ ഭാര്യ സന്താനങ്ങളുണ്ട്. ഇവരൊക്കെയും ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മോട് ഇഷ്ടം, സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കപ്പെടുന്നത്, നമ്മളോട് അത് പ്രകടമാക്കുന്നത് അത് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം നൽകുകയാണ്. ആ സ്നേഹം എങ്ങനെ എന്നുള്ള വശം പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം നൽകുകയാണ്. ആ പരിശുദ്ധ ഖുർആനിൽ കാണാല സൂറത്ത് തൗബയിൽ നമുക്കറിയാം ആയത്ത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം.
ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു, അയച്ചിട്ടുണ്ട്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നമ്മളെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇവിടെ അയച്ചു വന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും എന്നാണ്. നാം വിഷമിക്കുന്ന ഘട്ടം, നമ്മളുടെ വിഷമഘട്ടങ്ങളിൽ വളരെയധികം ദുഃഖിതനാണ്, വളരെയധികം പ്രയാസപ്പെടുന്നവരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സാദിഖുൽ മസ്തൂഖായ റസൂലുള്ളാഹിനെ കൊണ്ട് തന്നെ ആ വിഷയം അവതരിപ്പിക്കുക. പ്രവാചകനാണ് ആ പാഠം നമുക്ക് ചൊല്ലിത്തരുന്നത്. അപ്പോൾ പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ നമ്മോട് കടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ ബന്ധം മനസ്സിലാക്കിയാൽ മതി. നാമും അള്ളാഹുവിന്റെ പ്രവാചകനുമായിട്ടുള്ള ബന്ധം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകനോട് നമുക്ക് അറിയിച്ചു തരുമ്പോൾ പ്രവാചകൻ തന്നെയാണ് ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. അപ്പോൾ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടതും കടപ്പെട്ടതും ആര് എന്ന് വ്യക്തമായി ആ ഒരു പാഠം തരുമ്പോൾ അവിടെ ഈമാനികമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ നാം സന്നദ്ധരാവേണ്ടതില്ലയോ? ആ ഉണ്ടാക്കേണ്ടത് ഏത് വഴിയിലായിരിക്കണം? ആ പ്രവാചകനോടുള്ള ആദരമായിട്ട് പ്രവാചകനെ അനുകരിക്കുകയും ആ പ്രവാചക സ്നേഹം മനസ്സിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാ സമയങ്ങളിലും. റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, അത് പ്രത്യേകം നാം ആ മാസം വരുമ്പോൾ ആ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമായപ്പോൾ ഒന്ന് കൂടുതൽ പ്രകടമാക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റുള്ള എല്ലാ ദിവസങ്ങളും എല്ലായ്പ്പോഴും വേണ്ടത് തന്നെയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ മദ്ഹ് പറയാനുള്ള പ്രേരണ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ അതിന്റെ അംഗീകാരം കാണിച്ചു തന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാലോ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മദ്ഹ് ഗീതം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആ മദ്ഹ് പറയാൻ വേണ്ടി പീഠമുണ്ടാക്കി കൊടുത്ത സംഭവങ്ങളെല്ലാം സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചില ദലീലുകൾ പറയേണ്ടുന്ന ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ആശയം അതിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ വശത്തിൽ നമ്മൾ നിന്നുകൊണ്ട് വിഷയത്തെ ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. മറ്റൊന്നും അതിന്റെ അകത്ത് വരുന്നില്ല. പ്രവാചകൻ തന്നെ പറഞ്ഞു, പ്രവാചകൻ തന്നെ അതിന് സമ്മതം കൊടുത്തു. അതുപോലെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിങ്ങൾ മദ്ഹ് പറയുകയും ആ മദ്ഹ് പറയുമ്പോൾ നിങ്ങൾ അന്യോന്യം നിങ്ങൾ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അതിന്റെ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണങ്ങളോ മറ്റോ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നത് പ്രവാചക ചര്യ തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമുക്കറിയാലോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ വിയോഗ ദിവസം വരുന്ന സമയത്ത് പ്രവാചകൻ അവരെ കുറിച്ച് മദ്ഹ് പറയുന്ന സംഭവങ്ങൾ ഹദീസുകൾ ഓതിക്കൊണ്ട് വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് അറുത്തിട്ട് അതിന്റെ മാംസങ്ങൾ വിതരണം ചെയ്തിരുന്നു. അവരുടെ മദ്ഹുകൾ പറഞ്ഞ സംഭവങ്ങൾ പ്രവാചകന്റെ ജിഹ്വയിലൂടെ തന്നെ കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വസ്തുത തന്നെ എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പിന്നോട്ട് പോവേണ്ടതില്ല. വളരെ ലളിതമായിട്ട് അവിടെ ആ ഹദീസ് കൊണ്ട് പറഞ്ഞു, അതൊരു വിധേയത്തല്ലേ, ഇതൊരു വിധേയത്തല്ലേ എന്ന് പറയുമ്പോൾ എന്ത് വിധേയത്ത്? പ്രവാചകന്റെ കാര്യമല്ലേ? പ്രവാചകൻ തന്നെ മദ്ഹ് പറയാനുള്ള അംഗീകാരം കൊടുത്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് കിടക്കുകയാണ്. പ്രവാചകൻ ഭക്ഷണം കൊടുത്തത് അത് വെട്ടിത്തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം അതിനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ആ ഒരു അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ എപ്പോഴൊക്കെ കേൾക്കുന്നുണ്ടാവും, മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിലല്ലേ ഭക്ഷണം കൊടുക്കല് പ്രവാചകൻ തന്നെ കാണിച്ചു തന്നതല്ലയോ? എന്റെ പ്രിയമുള്ള സഹോദരന്മാര് വളരെ വ്യക്തമായി ഒന്നിരുന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്നില്ലേ? പിന്നെ ആ കാലഘട്ടത്തിൽ അത്രക്കും കൂടുതൽ കാശും അതുപോലെ തന്നെ സമ്പത്തും ചിലവഴിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയത് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. അത് പലപ്പോഴും അങ്ങനെയാണല്ലോ. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനനുസൃതമായിട്ടുള്ള രീതികൾ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും ഒരുപോലെയല്ലല്ലോ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ടാറിട്ട റോഡില്ല, ഇപ്പോൾ ടാറിട്ട റോഡായിപ്പോയി, എല്ലാ ഉള്ളിലേക്കും റോഡുകളായി എന്ന് വെച്ചിട്ട് ഇതെല്ലാം പറ്റാത്തതാണ്, ഒഴിവാക്കേണ്ടതാണെന്ന് ആരും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ പഴയ കാലത്ത് കഞ്ഞി കുടിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ഇന്ന് കഞ്ഞി അറിയാത്തൊരു കാലം പോയി എങ്കിൽ അതാരും അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാറില്ല.
അതുപോലെ തന്നെ പഴയ കാലത്ത് ധരിച്ചിരുന്ന ഡ്രസ്സല്ല ഇപ്പോൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് എടുക്കാനോ പറ്റാത്തതാണ് എന്ന് ആരും ചിന്തിക്കാറില്ല. എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് പ്രകടമായി അതിനെ വെളിച്ചത്ത് കാണിക്കപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെയും പ്രവാചകന്റെ ഒരു അംഗീകാരവും പ്രവാചകന്റെ സമ്മതം അവിടെ ഉണ്ട് എന്ന് കാണാൻ നമുക്ക് ഹദീസിന്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചാൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രവാചകനാണ് നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ടത്, ഏറ്റവും കടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനും കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ കാര്യങ്ങളെല്ലാം പ്രവാചകനിൽ നിന്ന് തന്നെ കണ്ടതാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആർഭാടങ്ങളോ മറ്റോ വേണം എന്നതല്ല ഇതിന്റെ അസത്യം. ആ പ്രവാചകനോടുള്ള ഇഷ്ക് സ്വന്തമായി വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ കൂട്ടമായിരുന്ന്, അല്ലെങ്കിൽ പള്ളിയിലിരുന്ന് ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കത് ചെയ്യാം. പക്ഷെങ്കിൽ അവിടെ അതിന്റെ മസ്അല പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ആ മദ്ഹ് പറയുന്ന ആ ഒരു രംഗം നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെയും പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തൽ പരിശുദ്ധ ഖുർആനിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യാതൊരു കുറ്റവും അവിടെ കാണാനില്ല. ആർക്കും അതിനെ എതിർക്കപ്പെടേണ്ടതായിട്ടൊരു ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനെ വളഞ്ഞു ചിന്തിക്കപ്പെടേണ്ടത് ആവശ്യമോ ഉണ്ട് എന്ന് ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ ചിന്തിച്ച് നോക്കൂ. വളരെ നമുക്കുള്ള അറിവ് വെച്ചിട്ടോ അല്ലെങ്കിൽ വളരെ ചെളിമയിലോടുകൂടി നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പച്ച പരമാർത്ഥമാണ് എന്ന് തന്നെയാണ്. പിന്നെയോ അതിന്റെ ഹുക്കുമ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കറിയാം ചില കാര്യങ്ങൾ ഉജ്ജീബാണ്, ചില കാര്യങ്ങൾ ഹറാമാണ്, ചില കാര്യങ്ങൾ സുന്നത്താണ്, ചില കാര്യങ്ങൾ മുസ്തഹബാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ മസാലപരമായിട്ടുള്ള വിഷയം കാണാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഈമാനികമായ അടിത്തറയിൽ നിൽക്കുമ്പോൾ ആ ഹുക്കുമിൽ നിന്നും അപ്പുറത്തേക്ക് നമ്മുടെ ഈമാനികമായിട്ട് അതിനെ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ഈ പറയപ്പെട്ട സ്നേഹപ്രകടനവും കാര്യങ്ങളും എന്ന് വളരെ വ്യക്തമായി ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം, കേരളക്കരയിൽ ഇസ്ലാമിക പ്രബോധന രീതിയിലേക്ക് കടന്നു വന്നതും ഇസ്ലാമികമായ ആദർശ മൂല്യങ്ങൾ അവിടെ പ്രചരിപ്പിച്ചതും നമുക്കറിയാം മഅബരി എന്നവരുടെ ആ കാലഘട്ടത്തോടെയാണ് തുടങ്ങുന്നത്. അവരൊക്കെ മഹാനായ പ്രവാചകർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനുള്ള ആ ഒരു ഒരുമിച്ച് കൂടലിനെ കുറിച്ചുള്ള വസ്തുത എങ്ങനെയെന്ന് ഉസൂലുൽ ഫിഖ്ഹിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചത് മുസ്തഹബുൻ എന്ന് തന്നെയാണ്, സുന്നത്താണ്. ഉജൂബ് എന്നതല്ല പറഞ്ഞിട്ടുള്ളത്, ശരിയാണ്, മുസ്തഹബ് എന്നാണ്. എന്നാൽ ഫതാവൽ ഹദീസിൽ കാണാം, അന്യസ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവിടെ ഹറാമും ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ വസ്തുത അങ്ങനെയാണ്. നമുക്ക് വളച്ചുകെട്ടില്ലാതെ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് ആ പ്രവാചകൻ പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ അവിടെ വെറുപ്പിന്റെ സ്വരം ഉണ്ടാക്കുന്ന രീതി നാം സൂക്ഷിക്കേണ്ടതാണ്. കാരണം അതിനെ എതിർക്കപ്പെടുമ്പോൾ ആ ഒരു വെറുപ്പാണ് വരുന്നത്. കേൾക്കുമ്പോഴൊക്കെയും പറയുമ്പോഴൊക്കെയും അങ്ങനെയാണ്. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ആ പ്രവാചക സ്നേഹത്തെ എതിർക്കപ്പെട്ടത് പ്രവാചകന്റെ ഉപ്പാന്റെ സഹോദരനായ അബൂലഹബ് അല്ലേ? ആ അബൂലഹബിന്റെ അവസ്ഥ എന്തായി? ഇപ്പോഴും കേട്ടിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് വിശദീകരിക്കപ്പെടേണ്ടതില്ല. അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ പിന്നിൽ നിന്നുകൊണ്ട് അത് കള്ളനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അറിഞ്ഞത്. പക്ഷെ അവന്റെ അന്ത്യം എന്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിന് അന്ത്യം പറയുന്നു പരിശുദ്ധ ഖുർആനിൽ ഇന്നും വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അക്ഷേപസ്വരമായിരിക്കുന്ന ഒരു സൂറ നമുക്കറിയില്ല, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അങ്ങനെയാണ്. അതുപോലെ തന്നെ അല്ലാ ഫിൽ മഹീൻ മറ്റു സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഇവരൊക്കെ പ്രവാചകനെ പുച്ഛിച്ചപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത അതിന്റെ പണിഷ്മെന്റ് എന്തായിരുന്നു എന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ പ്രിയമുള്ള സഹോദരന്മാര് ആരും തന്നെ എവിടെയെങ്കിലും ആ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇസ്ലാമികമല്ല എന്ന് ചിന്തിക്കപ്പെട്ടു പോകുമ്പോൾ ആ പ്രവാചകനോടുണ്ടാകുന്ന ആദരവിനെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ ആ പ്രവാചകനെ വെറുക്കപ്പെടുന്നു എന്നതിലേക്ക് നീങ്ങുന്ന ഒരു ചുറ്റുപാടുണ്ടാകുന്നതാണ്. ആ വെറുപ്പ് നമുക്ക്
നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ആഖിറത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഇവിടുന്ന് വിട പറയുമ്പോൾ സൂഉൽ ഖാത്തിമയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ അതിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ പറയാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ സല്ലു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വസല്ലിം അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.